ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ അമ്മ തെരേസയെക്കുറിച്ചാണ്. സ്പെയിനിൽ ആവിലായിൽ ഡോൺ അൽഫോൻസോ സാഞ്ചിൻ്റെയും ഡോണോ ബിയാട്രീസ് ഡാവിലയുടെയും മകളായി 1515 മാർച്ച് 28-ാം തീയതി തെരേസ ജനിച്ചു. തെരേസയുടെ പിതാവ് സത്യസന്ധനും ഭക്തനും എന്നാൽ വളരെ കർക്കശക്കാരനുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ തെരേസയെ രക്തസാക്ഷികളായ വിശുദ്ധരുടെ ജീവിത കഥകൾ വളരെ ആകർഷിച്ചിരുന്നു. അവളും ഒരു രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൾക്ക് 7 വയസ്സായപ്പോൾ ഒരു ദിവസം മൂറുകളുടെ നാട്ടിലേക്ക് പോകണമെന്നും ദൈവസ്നേഹത്തെ പ്രതി തങ്ങളുടെ ശിരസ്സു ഛേദിക്കാൻ അവരോട് യാചിക്കണമെന്നും അവളുടെ സഹോദരൻ റോഡെറിയോഗോയെ അവൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനായി അവർ നഗരത്തിൽ നിന്നുള്ള റോഡുകളിലെത്തി. വഴിമധ്യേ അമ്മാവൻ അവരെ കാണുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ തെരേസ വളർന്നപ്പോൾ അഹങ്കാരിയും വഴക്കാളിയും നിയന്ത്രണമില്ലാത്തവളുമായി. അതുകൊണ്ട് അവൾക്ക് കഷ്ടിച്ച് 16 വയസ്സായപ്പോൾ അവളുടെ പിതാവ് അവളെ ഒരു മഠത്തിലേക്ക് അയക്കാൻ നിർബന്ധിതനായി. ആദ്യം അവൾക്ക് അതിനോട് വെറുപ്പായിരുന്നു. എന്നാൽ പിന്നീട് അവൾ അത് ആസ്വദിക്കാൻ തുടങ്ങി. എന്തെന്നാൽ മഠത്തിന് അവളുടെ പിതാവിനോളം കർക്കശമില്ലായിരുന്നു. ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ അവൾ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. പാപത്തിൽ നിന്ന് ഒരാളെ അകറ്റി നിർത്താനുള്ള സുരക്ഷിതമായ സ്ഥലം അതാണെന്ന് അവൾ വിചാരിച്ചു. തെരേസ കർമ്മമഠത്തിൽ ചേർന്നു. മഠത്തിലായിരുന്നപ്പോൾ താൻ വിചാരിച്ചതുപോലെ പഠനം സുരക്ഷിതമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. പോകാൻ സ്ഥലമില്ലാതിരുന്ന അനേകം സ്ത്രീകൾ അവൾക്ക് ദൈവവിളിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും മഠത്തിലെത്തിക്കുന്ന കാലമായിരുന്നു അത്. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ജീവിതം ഈ സ്ത്രീകൾ നയിച്ചിരുന്നില്ല. ആഡംബരപ്രിയരായ അവർ പരിഷ്കാരികളായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു. ആത്മീയോന്നതിയുടെ ഒരു ജീവിതമല്ല അവർ നയിച്ചത്. എന്നാൽ ചിലർ പ്രായശ്ചിത്തത്തിലും ത്യാഗപ്രവൃത്തികളും അമിത പ്രാധാന്യം നൽകുമായിരുന്നു. ആരെയും ആകർഷിക്കുന്ന സ്വഭാവമായിരുന്നു ത്രേസ്യയ്ക്ക്. അവൾ സുന്ദരിയായതുകൊണ്ട് അവൾക്ക് ധാരാളം സന്ദർശകരുണ്ടായിരുന്നു. അവരെ മാനസിക പ്രാർത്ഥനകൾ അവൾ പഠിപ്പിക്കുമായിരുന്നു. പകരം അവർ അവൾക്ക് വലിയ സമ്മാനങ്ങൾ നൽകുമായിരുന്നു. സമൂഹത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നതുകൊണ്ട് അവൾ സമ്മാനങ്ങൾ വാങ്ങുന്നതിന് സഹോദരിമാർ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അത് അവളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തി. അനേകം വർഷങ്ങൾ അവൾ പ്രാർത്ഥനയിൽ താല്പര്യമില്ലാത്തവളായി ജീവിച്ചു. എങ്കിലും 41 വയസ്സായപ്പോൾ അവളുടെ കുമ്പസാരക്കാരൻ്റെ ഉപദേശമനുസരിച്ച് അവൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അവൾക്ക് ദൈവത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. ദൈവം അവൾക്ക് അനേകം ആത്മീയ അനുഗ്രഹങ്ങൾ നൽകി. അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശരീരം തറയിൽ നിന്ന് തനിയെ പൊങ്ങുമായിരുന്നുവെന്നും ശരീരം താഴെ ഇറക്കാൻ വേണ്ടി മറ്റ് കന്യാസ്ത്രീകളെ അവൾ വിളിക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. എങ്കിലും ഇത് ഇഷ്ടപ്പെടാതിരുന്ന ചിലർ അവൾക്ക് പിശാചബാധയാണെന്ന് അനുമാനിക്കുകയും അവളെ കളിയാക്കുകയും ചെയ്തു. 43 വയസ്സായപ്പോൾ നവീകരിക്കപ്പെട്ട സന്യാസ സമൂഹം നിർമ്മിക്കാനായി തെരേസ തീരുമാനിച്ചു. പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കപ്പെട്ടതും ദാരിദ്ര്യം പ്രായോഗികമാക്കുന്നതുമായ ഒരു ലളിത ജീവിതമാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ താമസിച്ചിരുന്ന മഠത്തിൽ കന്യാസ്ത്രീകൾ മാത്രമല്ല പട്ടണവാസികൾ പോലും അവൾക്ക് എതിരായിരുന്നു. മറ്റ് സന്യാസി സമൂഹങ്ങളും മെത്രാന്മാരും അവളെ എതിർത്തു. ദൈവത്തിൽ ശരണപ്പെട്ട് ഈ എതിർപ്പ് നേരിട്ടുകൊണ്ട് തെരേസ ശാന്തമായി മുമ്പോട്ടു പോയി. ദൈവം അവളോട് കൂടെയായിരുന്നു. അവളുടെ വിശുദ്ധി വിജയം വരിച്ചു. ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീണു മരിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ ആളുകൾ തെരേസയുടെ അടുക്കൽ എത്തിച്ചു. ആ ചെറുപ്പക്കാരൻ തെരേസയുടെ അനന്തരവനായിരുന്നു. തൻ്റെ അനന്തരവനെ എടുത്ത് തെരേസ പ്രാർത്ഥിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് ആ ബാലൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതായി പറയപ്പെടുന്നു. അവൾക്ക് ജനപ്രീതി വളർന്നപ്പോൾ അനേകം യുവതികൾ അവളുടെ കൂടെ ചേർന്നു. സ്പെയിനിൽ മാത്രമല്ല യൂറോപ്പിലടക്കം അവളുടെ പ്രസ്ഥാനം വ്യാപിച്ചു. ഇതിനിടയിൽ അവൾ ആത്മാർത്ഥതയുള്ളവളാണെന്ന് സഭാധികാരികളും കണ്ടെത്തി. അവൾക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് തെരേസ നവീകൃത കർമ്മലിത്ത സഭയുടെ സ്ഥാപകയായത്. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവരുടെ ആദർശം. പ്രാർത്ഥനയുടെ ഉന്നത പദവിയിലെത്തിയ തെരേസ 1582 ഒക്ടോബർ 4-ാം തീയതി
67-ാമത്തെ വയസ്സിൽ മരിച്ചു. 1622 അവൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. തലവേദന സഹിക്കുന്നവരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ തെരേസ. പ്രാർത്ഥനയെക്കുറിച്ചുള്ള അവളുടെ എഴുത്തുകളുടെയും പ്രബോധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ 1970 അവൾ തിരുസഭയുടെ ഒരു വേദപാരംഗതയായി പ്രഖ്യാപിക്കപ്പെട്ടു.